സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതുമുഖങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ നിർമ്മിച്ച സിനിമകളിലും ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ അധികവും വലിയ സ്റ്റാർസിനെ വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം ഞാനൊരു ഫിലിം ചെയ്തിട്ടുണ്ട് റിക്ക്, അതും ഒരുപാട് വലിയ സ്റ്റാർസ് ഇവിടെ ലണ്ടനിലൊക്കെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ ആദ്യത്തെ സിനിമ ഒരു തലയിൽ രാഗം എന്ന് പറയുന്ന തമിഴ് സിനിമ എല്ലാ പുതുമുഖങ്ങളായിരുന്നു. തമിഴ് സിനിമയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ആ സിനിമ, ആ പ്രൊഡ്യൂസർ, ആ ഡയറക്ടർ, എൻ്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും പുതുമുഖങ്ങളെ വിളിച്ച് ആ സിനിമ എടുത്തു. ആ സിനിമ ബിസിനസ് ചെയ്യാൻ ഒരുപാട് പാടുപെട്ടു. 100 പ്രൊജക്ഷൻ ഇട്ട് വരും ആ സിനിമ. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും, കാണും, തിരിച്ചു പോകും. ഒരുപാട് കുറ്റം പറയും, അത് പറയും, ഇത് പറയും, ഇത് ആർട്ടിസ്റ്റ് ഇല്ല, അതില്ല, ഡിബേറ്റ് ഇല്ല, ഫൈറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകും. അവസാനം ആ പ്രൊഡ്യൂസർ തിരിച്ചുപോയി. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് പുള്ളി തന്നെ 7 പ്രിന്റ് എടുത്ത് ആ പടം റിലീസ് ചെയ്ത് 365 ദിവസം കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് സിനിമ എടുത്തത്. അത്രയ്ക്ക് വലിയ ഹിറ്റായി മാറി. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. എൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് അതിൽ ഞാൻ മലയാളത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമയാണ് മോഹൻലാൽ. പിന്നെ അതുപോലെ പൂർണിമ ചേരാൻ, ഫാസിൽ, ചെറിയ മന്ദേവ്, ഇവിടെയൊക്കെ ഫസ്റ്റ് ഫിലിമാണ്. ആ പടം ഇതുപോലെ തന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അപ്പോൾ നല്ല കഥ, അതുപോലെ തന്നെ നല്ല മ്യൂസിക്, 3 പാട്ടുണ്ടെന്ന് പറഞ്ഞു, നല്ല മ്യൂസിക്, ഹ്യൂമർ എല്ലാം ഉള്ള ഒരു സിനിമയാണെങ്കിൽ. പിന്നെ നമ്മളുടെ സെക്കൻഡ് വെഞ്ചറാണ്. അത് നമ്മൾ OTT വേണ്ടി ഒരു സിനിമ ചെയ്തിരുന്നു. എന്റെ കൂടെ ഒരുമിച്ച് സപ്പോർട്ടായിട്ട് ഇടവും വലവും നിന്നിട്ട് എനിക്ക് 2 കോ പ്രൊഡ്യൂസേഴ്സും നമ്മുടെ കൂടെ ഉണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് പടം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് ഈ സിനിമ നമ്മളൊരു മെയ് പകുതിയോട് കൂടിയിട്ട് റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ജനുവരി നമ്മളിപ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും പകുതിയോട് കൂടിയിട്ട്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. മീഡിയയുടെ എല്ലാവർക്കും, എസ്പെഷ്യലി നിയാസ്, ബാക്കിയുള്ള എല്ലാ ആൾക്കാരോടും നന്ദി പറയുന്നു. അത് ഞാൻ നന്ദി ലാസ്റ്റ് പറയേണ്ടതാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ അതിന് അത് പ്രദർശിപ്പിക്കുകയാണ്. അപ്പൊ ക്ലിക്ക് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ എത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. ക്ലിക്ക് നസറിയെ തിരിഞ്ഞു നോക്കി, ഡോട്ട് ഡോട്ട് ഡോട്ട്, അതിന് പകരം നസറിയ. അപ്പോ നസറിയെ ആദ്യം പരിചയപ്പെടുത്താം. ഒരു ദിവ്യ, ഇതാണ് നമ്മുടെ നസറിയ. ബാക്കി ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും നമ്മളിപ്പോ പരിചയപ്പെടുത്തുന്നില്ല. അപ്പൊ ഇത് ടൈറ്റിൽ ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മൾ ഈ കുട്ടിയെ നമ്മളെ പരിചയപ്പെടുത്തുന്നു. സെൽഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിക്കും എന്താണെന്നുള്ളത്. ബാക്കി നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എന്റെ പേര് ദിവ്യ തോമസ്. ഇത് ഫീമെയിൽ ലീഡായിട്ടുള്ള മലയാളത്തിലെ ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ അതിന് എനിക്ക് അവസരം തന്ന ഡയറക്ടർ സാറിനും കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പ്രൊമോഷൻസ് പരമാവധി ഷെയർ ചെയ്ത് ഇതിനെ നല്ലൊരു വിജയമാക്കി തീർക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഈ 1-ാം തീയതി അപേക്ഷിക്കുകയാണ്. പ്രൊഡ്യൂസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എഫക്ട് എടുത്തിട്ട് എല്ലാ കാര്യവും ഒരു നൂലിന്റെ പഴുത് പോലും ഇല്ലാതെ എല്ലാതും വളരെ ഭംഗിയാക്കി ഇവിടെ വരെ എത്തിച്ച് ഇവിടുന്ന് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വരെ ചാർട്ട് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പ് എങ്ങനെ മുന്നോട്ട് പോകണം, എന്തെല്ലാം തരണം ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ തന്നെ ക്ലിയർ ആക്കി വെച്ചിരുന്ന ഒരു ബ്രില്യന്റ് ആളാണ് നമ്മുടെ ഗവർണർ ചേട്ടൻ. ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പൊ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിന് സന്തോഷമുണ്ട്. എന്തായാലും ആദ്യം ഹരിസാറിനെ പറ്റി പറയാം. സാർ ഈ സ്റ്റോറി എന്റെ അടുത്ത് നറേറ്റ് ചെയ്തത് ഭയങ്കര രസമായിട്ടാണ്. ഞാനത് ഈ കൊതിയോടെ കേട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഓരോ മൊമെന്റ്സും എൻജോയ് ചെയ്ത് ഇങ്ങനെ കേട്ട് പോയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ പാട്ടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും എനിക്ക് തൃപ്തിയാവാതെ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഒരുപാട് സന്തോഷം. ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഗൗതം ചേട്ടൻ എപ്പോഴും എന്നെ വിളിച്ച് വളരെ നമ്മൾ ലേറ്റ് നൈറ്റ് ആണ്, രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് സംസാരിക്കാറ് കൂടുതൽ. ആ സമയത്താണ് കൂടുതൽ ഞാൻ മ്യൂസിക്കിൽ ഇരിക്കാറ്. അപ്പോ വളരെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഷാഹിദ് ചേട്ടൻ, ഷാനു, ഷാലിശ്ശേരി ചേട്ടൻ,
അപ്പോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ശങ്കർ സാറിന്റെ എയർബോൾസും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അവരൊക്കെ വിശിഷ്ട വ്യക്തികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ശങ്കർ സാറിന്റെ ഒരു മഹനീയ സാന്നിധ്യം ഞങ്ങളെവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നന്ദി ഞാൻ പറയുകയാണ്. തുടക്കം വരെ കുറെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അതോടൊപ്പം മാമുക്ക എന്ന സീനിയർ നടന്റെ മകൻ ഇവിടെ എത്തിച്ചേർന്നു. ഞങ്ങളുടെ പൂജ ഒരു ഭംഗിയാക്കി തീർത്തു. അതോടൊപ്പം സീനിയർ ബിആർഒ നമ്മുടെ ജോസ് പേര് ജോസ് അവിടെ ജോസ് വാരാപ്പുഴ ജോസ് തിരിച്ചു വരച്ച് പറയാറുണ്ട് കാണും. അങ്ങനെ പറഞ്ഞതേയുള്ളൂ. ജോസ് വാരാപ്പുഴ എന്ന കണ്ടുകൊണ്ട് സീനിയേഴ്സ് ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഇങ്ങനെ 2010 ഫീൽഡിൽ വരുന്നത്. അപ്പം വരെ ഞാൻ വർക്ക് ചെയ്യുന്ന 14-15 വർഷമാകുന്നു. മഹനീയ സാന്നിധ്യത്തിൽ ഇവിടെയുണ്ട്. ഞങ്ങളുടെ പൂജ ഒരു ഭംഗിയാക്കി ഞങ്ങളുടെ ടൈറ്റിൽ ലോഞ്ച് ഭംഗിയാക്കി തീർത്തതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. തുടർന്നും നിങ്ങളുടെ എവരുടെ സപ്പോർട്ട് ഉണ്ടാണ് മീഡിയയുടെ. അതുപോലെ തന്നെ പുതിയ നായകൻ നമ്മുടെ നിർമ്മാതാവ് തന്നെ നിർമ്മാതാവ് ഗൗതം, പിന്നെ ഷാനു മുമ്പ് സഖാവത്തെ പ്രിയസിയൊക്കെ പടം ചെയ്ത് ആ ഒരു ബന്ധമാണ് വർഷങ്ങളായിട്ടുള്ളത്. അപ്പം പ്രശാന്തിലെ 3ാമത്തെ പടമാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും പേരെടുത്ത് പറയുന്നത് എല്ലാവരും തന്നെ പരിചയക്കാർ തന്നെ. എല്ലാവരും ക്ലിക്കി നസ്രിയ തിരിഞ്ഞു നോക്കി മലയാള സിനിമയിൽ എല്ലാവരും ഒരു ഉറ്റുനോക്കുന്ന ഒരു ടൈറ്റിലാണത്. ഈ ടൈറ്റിൽ എല്ലായിടത്തും എത്തട്ടെ. എല്ലായിടത്തും ഞങ്ങൾ ചെയ്യാവുന്ന രീതി മാക്സിമം ഞാൻ പ്രിന്റ് മീഡിയയിലും ചാനലിലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പബ്ലിസിറ്റി എടുത്തിരിക്കും. അത് തീർച്ചയാണ്. പിന്നെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ വർഷത്തെ സിനിമ ഈ വർഷം ആദ്യം തന്നെ തുടങ്ങണം. അതൊരു വലിയ പോസിറ്റീവ് സൈനാണ്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് 1-ാം തീയതി തന്നെ അതിന്റെ ഒരു ടൈറ്റിൽ ലോഞ്ച് വെച്ചതിന് ഹരിയെയും അതിന്റെ ക്രൂ മെമ്പേഴ്സിനെയും ഞാൻ ആദ്യമായിട്ട് അനുമോദിക്കാം. നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു സന്തോഷം. മറ്റൊരു സന്തോഷം, നമ്മളൊക്കെ ഏറെ ആരാധിക്കുന്ന ശങ്കർ സാറിനെയും നമ്മളൊക്കെ ഏറെ ആരാധിച്ചിരുന്ന മാമുക്കോയ സാറിന്റെ മകൻ വിശാൽ മാമുക്കോയൊക്കെ ഈ 1-ാം തീയതി ഈ ചടങ്ങിൽ കാണാൻ സാധിച്ചതിന്റെ ഐശ്വര്യം നമുക്ക് ഈ വർഷവും വരും വർഷങ്ങളിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ക്ലിക്കി നസ്രിയ ദിനോക്കി എന്ന ഈ ചിത്രത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എനിക്ക് ഇന്ന് ഇങ്ങനെയാണ് കാണാൻ പറ്റുക മാത്രമല്ല, വന്ന അന്നേരം മുതൽ തൊട്ടടുത്തിരുന്ന് ഞാനൊരു ഒരുപാട്. ഞാനൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഇത്ര നേരം അങ്ങനെ ഇരുന്നിട്ടില്ല. അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല, പോക്കില്ല അങ്ങനെ പലകൂടൊക്കെ. അപ്പൊ ഈ സിനിമയിൽ ഞാൻ അകേട്ടന്റെ കൂടെ ഈ സിനിമയിൽ ഉണ്ടാവും. നല്ലൊരു വേഷക്കാരനെ പറഞ്ഞു മാറ്റി പറയുന്നത് കൂടെ ഉറപ്പിച്ചു വരിക. ഷോറൂം കൂട്ടുകാര് പ്രൊഡ്യൂസർമാര് അങ്ങനൊക്കെ സിനിമയുടെ പേര് വായിച്ചാൽ മതി. ശങ്കരാട്ടം നേരത്തെ പറഞ്ഞതൊക്കെ ഞാനും